സത്യം പറഞ്ഞാൽ മാസ്റ്റർക്ക് അതിനെ പറ്റി ഒന്നും ഈ ഡിസിന്നോ അബൌട്ട് അങ്ങനെ പുള്ളി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് എനിക്ക് തോന്നുന്നത്. എന്നോട് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന്റെ പോലും ആവശ്യമില്ല. ഇതെല്ലാം നിയമത്തിന്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകെ നിൽക്കുന്നതാണ്. നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്നല്ല. അല്ലാതെ വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. അതിന് പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. സോ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെ പോലത്തെ ചെറിയ സിനിമക്കാർ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു? That I don't know. അതിനെപ്പറ്റി I don't know how to address it. That's it. But I know about it, but I don't know how to address it. So, media and that's. Is one dream role, huh? இல்ல அப்படி இந்த ஃபர்ஸ்ட்ல இந்த இம்பார்ட் இல்லை. பிகினிங் டே ட்ரீம் ரோல் மாதிரி எதுவும் எனக்கு வந்ததில்லை. பட் வாட் எவர் ஐ டூ ஐ கிவ் இட் டு 100%. அது பட் வந்தது கரெக்டாக பண்ணணுன்றது இது இருக்கு எனக்கு. இல்லை அதுதான் அந்த டைரக்டர் பிலீவ் மீ. ஸோ ஐ தாட் கேன் ஐ டூ ஐ ஆஸ்க் எஸ் ஐ கேன் டூ இட். தென் ஐ வில் கோ தேர் அக்கார்டிங் டு டைரக்டர்ஸ். Super. Raghav Jayal does. Raghav no dancer. அதானே கேக்குறீங்க? என்ன क्वेश्चन? Positive. Extraordinary. He was too good. Raghav was too good. Raghav Jayal, cockroach. Huh? He's too good. அவரோட படம் பரவாயில்ல இட்ஸ் ஓகே. அது கேளு அவங்க அந்த மாதிரி எனக்கு ஆசை இருக்கா? எனக்கும் ஆசை இருக்கு. அந்த படம் மோர் ஆஃப் எமோஷன். அந்த ஹீரோ வில்லன் அடிக்கும் போது நமக்கு கூட அந்த கோவம் வருது இல்லையா? இட்ஸ் மோர் ஆஃப் மோர் தென் ஃபைட். தி எமோஷன் ஒர்க். ஆஃப் கோர்ஸ் ஃபைட். அதனால அந்த ஃபைட்டும் பிடிச்சது. நம்ம அந்த வில்லன் அடிக்கும் போது நமக்கு கூட அடிக்கணும் போல இருக்கு. That's was emotion was working so much. It's good. I would love to do it. Kartanar was just guest appearance it was, and I liked that director Rojin Thomas. He's too good, and the company was also a great company, production company. The director I loved it. அவர் கூட நான் ஒர்க் பண்ணல. என் கூட நீங்க கொஞ்சம் தானே கேட்டீங்க, அவ்வளவுதான். വേറെ ചോദ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചോദിക്കും. ചേട്ടാ അതായത് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ സിനിമയെ പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചോദിക്കുക. നേരത്തെ ഇവിടെ നിന്ന് ചോദിച്ച പോലെ പ്രഭുദേവ സാറ് നേരത്തെ മലയാള സിനിമകൾ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. മലയാള സിനിമകൾ കണ്ടതിൽ പ്രഭുദേവ സാറിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, അല്ലെങ്കിൽ OTT കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണെന്ന് അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. எனக்கு இப்போ ரீசெண்டா லாஸ்டா பார்த்தது வந்து ஊர்வசி மேடமும் பார்வதி அவங்க பண்ணாங்க உள்ளது வயசாய். இட்ஸ் குட் மூவி, குட். They both were very good. ഓക്കെ, ഉള്ളൊരുക്കാണ് സാറിന് ഇഷ്ടം. പിന്നെ വേറെ ഏതെങ്കിലും ചോദ്യം? സത്യം ഇരിക്കുമ്പോൾ ഒരു ധൈര്യം അത് ഇരുന്നോണ്ട് പറഞ്ഞാൽ നിൽക്കുമ്പോൾ ബാലൻസ് കുറച്ച് ആടും. എല്ലാവരും സിനിമയെ പറ്റി അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തോടൊന്ന് പറയാൻ. എനിക്ക് അങ്ങനെ ഒരുപാട് വലിയ ഗോഡ് ഫാദർ ഇല്ലെന്ന് തന്നെ പറയാം. എനിക്ക് ഈ ഫാദർ മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ എന്ന് പറയാം. സോ നിങ്ങളുടെ ഈ എഴുത്തോ നിങ്ങളുടെ വീഡിയോ വഴി മാത്രമേ നമ്മുടെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം അത് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് സഹകരണവും ഞാൻ നിങ്ങളുടെ
എൻ്റെ ബോട്ടം ഇവിടുന്നാണ് ഹാർട്ട് ഞാൻ ചോദിക്കുകയാണ്. അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ സംവിധായകനായ എന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തിയേറ്റർ നമ്മൾ 27th തിയേറ്റർ റിലീസ്. നമ്മൾ ചെന്നൈയിൽ ആക്ച്വലി അവിടെ അറിയാം വലിയ ടെറൈനാണ്. അവിടുത്തെ തിയേറ്റർ നമ്പേഴ്സ് നമ്മൾ പ്ലാൻ ആയിരുന്നു. ഇവിടെ എന്തായാലും ഒരു 120ക്ക് മേളിൽ നമ്മൾ തിയേറ്റർ റിലീസ് പ്ലാൻ ഉണ്ട്. പിന്നെ തമിഴ് സിനിമകളുടെ ഒരു നോർമൽ പോകുന്ന പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു കുറവുണ്ട്. അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്കൊന്ന് ഈവൻ വയനാട് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വേണ്ടി ലിസ്റ്റിൽ കുറവ് വരുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്കത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ദയവേത് നല്ല വാർത്തകളായി എഴുതി ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വന്നതിന് ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരിക്കൽ കൂടി ബ്ലൂ ഹിൽ ഫിലിംസിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും.